നമസ്കാരം. പേർഷ്യൻ ഗൾഫിന്റെ ഹൃദയത്തിൽ ലോകത്തിന്റെ ഊർജ്ജധമനിയായ ഹോർമൂസ് കടലെടുക്ക് വീണ്ടും ഭീഷണിയുടെ നിഴലിൽ. എണ്ണക്കപ്പലുകൾക്ക് ജീവരക്തം പോലെ പ്രവർത്തിക്കുന്ന ഈ കടലെടുക്ക് ഉപരോധിക്കപ്പെട്ടതോടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ആശങ്കയുടെ തരംഗങ്ങൾ ഉയരുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പ് മുഴക്കി. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഉപരോധം നീക്കുന്നതിന് ഇറാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതിന് ഗുരുതരമായ സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ തുറന്ന പ്രഖ്യാപനം. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഈ മുന്നറിയിപ്പ് ലോകത്തിന് മുന്നിൽ വെച്ചത്. ഹോർമൂസ് കടലെടുക്ക് ലോകത്തെ എണ്ണ വിതരണത്തിന്റെ പ്രധാന വഴികളിൽ ഒന്നായതിനാൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ സംഘർഷം പോലും ആഗോള വിപണികളെ നടക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ പ്രസ്താവന വാക്കുകളെക്കാൾ കൂടുതൽ യുദ്ധത്തിന്റെ നിഴൽ ലോകത്തിന് മുന്നിൽ വരച്ചിടുന്ന ഒരു സൂചനയായി വിലയിരുത്തപ്പെടുന്നു. നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ കടലെടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാനുമേൽ നരകം പെയ്തിറങ്ങുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. നേരത്തെ നൽകിയിരുന്ന 10 ദിവസത്തെ കാലാവധി ഏപ്രിൽ 6-ന് അവസാനിക്കാനിരിക്കെയാണ് ട്രംപിന്റെ അന്ത്യശാസനം പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ തങ്ങൾ വിസമ്മതിച്ചിട്ടില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയാണ് അറിയിച്ചത്. എന്നാൽ ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കും കൃത്യമായ പരിഹാരത്തിലേക്കും നയിക്കുന്നതാകണമെന്നാണ് ഇറാന്റെ നിലപാട്. ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. പാകിസ്ഥാനും ചൈനയും ഇറാനെ ചർച്ചകൾക്കായി പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി തങ്ങളുടെ സന്നദ്ധത അറിയിച്ചിട്ടില്ല. ഇറാൻ ഇതുവരെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഉപരോധം അവരുടെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്നും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കെതിരെ വഴങ്ങില്ല എന്നുമാണ് അവരുടെ നിലപാട്. എന്നാൽ അമേരിക്കയുടെ കടുത്ത മുന്നറിയിപ്പ് പശ്ചിമേഷ്യയിൽ ഇതിനകം തന്നെ രൂക്ഷമായ സംഘർഷാവസ്ഥയെ കൂടുതൽ ഉഷ്ണമാക്കുകയാണ്. പ്രത്യേകിച്ച് എണ്ണവിലയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വം, ഗൾഫ് മേഖലയിലെ സുരക്ഷാ ഭീഷണി, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിലെ തടസ്സങ്ങൾ എന്നിവയെല്ലാം ലോകരാജ്യങ്ങളെ തന്നെ ആശങ്കയിലാഴ്ത്തുകയാണ്. ഈ സാഹചര്യത്തിൽ അടുത്ത 48 മണിക്കൂറുകൾ നിർണായകമാണ് എന്ന് വേണം പറയാൻ. ഇതൊരു നയതന്ത്രപരമായ പരിഹാരത്തിലേക്കോ അല്ലെങ്കിൽ സൈനിക ഏറ്റുമുട്ടലിലേക്കോ ലോകത്തെ നയിക്കുമോ എന്നത് ഇനി കണ്ടറിയേണ്ടതാണ്. ട്രംപിന്റെ വാക്കുകൾ ഒരു മുന്നറിയിപ്പിൽ ഒതുങ്ങുമോ അല്ലെങ്കിൽ യഥാർത്ഥ സൈനിക നടപടികളിലേക്ക് വഴിമാറുമോ എന്നതാണ് ആഗോള സമൂഹം ഉറ്റുനോക്കുന്നത്. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും യുദ്ധത്തിന്റെ ചൂടിലേക്ക് ചെന്നു ചേരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകത്തിന്റെ മനസാക്ഷിയെ ഭയപ്പെടുത്തുന്നത്.